ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു നാടൻ പുഴുക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നാടൻ പുഴുക്കെന്ന് പറയുമ്പം നമ്മുടെ കപ്പ അഥവാ മരച്ചീനി, അതുപോലെ തന്നെ മീൻ വെച്ചിട്ടുള്ളൊരു പുഴുക്കാണ്. മീനെന്ന് പറയുമ്പോൾ ഞാനിന്നിവിടെ മത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ചാള എന്നൊക്കെ പറയുന്ന മീനാണ്. ആ മീനും കപ്പയും വെച്ചിട്ടുള്ള നല്ലൊരു പുഴുക്കാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ മരച്ചീനി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് നീക്കം ചെയ്ത് കപ്പയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഞാനിതവിടെ കപ്പയൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ പോക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയ ശേഷം നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. കപ്പ എന്ന് പറയുന്നത് നല്ലൊരു കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ. അതിൽ ധാരാളം അന്നജവും അതുപോലെ തന്നെ ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഊർജ്ജ സ്രോതസ്സാണ്. അതുകൊണ്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ കൃഷി സ്ഥലത്ത് പണിയെടുക്കുമ്പോഴും അതുപോലെ പാടത്തൊക്കെ പറമ്പിലൊക്കെ പണിയെടുക്കുമ്പോഴൊക്കെ ധാരാളം കപ്പ കഴിച്ചിരുന്നു. കാരണം അവർക്ക് പണിയെടുക്കാൻ വേണ്ട ഈ ഊർജ്ജമൊക്കെ നമ്മുടെ കപ്പയിൽ നിന്ന് കിട്ടും. ഞാനിവിടെ കുക്കറിലേക്ക് ഈ മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കപ്പയ്ക്ക് മുകളിലായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കപ്പ നന്നാക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പൊടിയുപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. എന്നിട്ട് കുക്കർ അടിച്ച് വെച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കാം. അതേസമയം തന്നെ ഞാൻ ഈ കപ്പയിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മത്തിയാണ്. കുഞ്ഞമത്തിയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കുഞ്ഞമത്തി ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്തി വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഈ മുളക് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചത് മുളക് കറി ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞമത്തിയൂടെ ഇട്ട് കൊടുക്കാം. ഈ മത്തി അവിടെ നിന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. മുളകും മഞ്ഞളൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചാൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് കിട്ടും. ഇപ്പോൾ നമ്മുടെ മുളക് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ കുഞ്ഞമത്തി കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ മത്തിയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 6 ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഫൈനായിട്ടൊന്നും അരച്ചെടുക്കണമെന്നില്ല, ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. മീനൊക്കെ ഞാനിവിടെ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കപ്പ ഇവിടെ കുക്കറിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് കപ്പ ഞാൻ എടുത്തു വെച്ചതാണ്. ഇനി കപ്പയിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തി ഉണ്ടല്ലോ, അതിൻ്റെ മുളക് വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മത്തിയും കപ്പയൊക്കെ വെന്തതാണ് കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കപ്പയും മത്തിയും എല്ലാം നന്നായിട്ട് മിക്സായിട്ട് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഈ കപ്പയിലേക്ക് കൂടുതലായിട്ട് എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടി മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക.
ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിരുന്നത് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയാണ്. ഞാൻ ആദ്യം ഇവിടെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കപ്പയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കപ്പ കഴിക്കുമ്പോൾ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് തന്നെ കപ്പയും മീനും തമ്മിൽ പുഴുക്ക് കഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ കപ്പയും ഇറച്ചിയും തമ്മിലുള്ള കോമ്പിനേഷൻ ഒക്കെ നല്ലതാണ്. അതുപോലെ ഞാൻ ഇവിടെ പുഴുക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഴുക്കാണ്. ഇതുപോലെ ഒന്ന് പുഴുക്ക് തയ്യാറാക്കി നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്